നമുക്ക് 2 നില വീടുണ്ട് കാണാനായിട്ട്. പുറത്തുനിന്ന് കാണാൻ എല്ലാവർക്കും തോന്നും ഓക്കെ ഇവിടെ സെറ്റാണെന്ന്. പക്ഷെ ഞങ്ങളുടെ മുകളിലത്തെ നിലയില ഒരു റൂമിന് പോലും ജനലിൻ്റെ മറ്റേ പാളിയില്ലേ അതില്ല. വീട് ഫ്ലോർ ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ഫ്ലോർ ചെയ്തിട്ടില്ല. ബാത്റൂം ഒരൊറ്റ ബാത്റൂം വെച്ച് ബാക്കി ഒരു ഈ വീട്ടിൽ ഒരു സ്ഥലം പോലും പിന്നെ ഫ്ലോർ ചെയ്തിട്ടില്ല. എൻ്റെ വീടിൻ്റെത് ഫ്ലോർ കണ്ടോ, ഈർപ്പാണ്. നമ്മൾ ഇൻസ്റ്റയിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ മറ്റേ വാട്സപ്പിൽ ഇങ്ങനെയാണ്, നമ്മൾ ഇന്ന നല്ല ഡ്രസ്സ് ഇടുന്നു, നല്ല അടിപൊളിയായിട്ട് നടക്കുന്നു എന്നൊക്കെ കരുതി നമ്മൾ ഒരിക്കലും ഒരാളെ വിലയിരുത്താൻ പാടില്ല. അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇന്നതാണ്, അവർ ഇത്ര കാശുകാരാണോ എന്ന് വിലയിരുത്താനായിട്ട് പാടില്ല. അതൊക്കെ ഏത് സൈസാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ, പറഞ്ഞുതരാനായിട്ട് അറിഞ്ഞൂടാ. കട്ടിലാണ് ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത്. റൂമൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. മുകളിലത്തെ റൂം ഇതും എൻ്റെ റൂമല്ല, ഇത് താഴത്തെ 2 റൂമാണ്. കുറേ ഫ്രെയിംസ് ഉണ്ട് ഇവർക്ക്. അതായത് മറ്റേ എന്താണ് ഇതിനൊക്കെ പറയുമല്ലോ, എന്താണ്ടൊക്കെ. പിന്നെ അതെ ഈ കാണുന്ന ജനാലയുടെ പാളി വെച്ചത് അച്ഛൻ മരിച്ചതിന് ശേഷമാണ്. അത് നമ്മൾ 3 പേര്, നമ്മൾ 4 പേര്, 4 പെണ്ണുങ്ങൾ അതിനോട് പറയാനായിട്ട് ഒറ്റയ്ക്കാണല്ല എന്ന് കരുതി നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ചെയ്തൊരു റിവെഞ്ച് എന്നൊക്കെ പറയുമ്പോൾ അറിയില്ലേ, ജനൽ വെക്കണം എന്നൊക്കെ കരുതിയിട്ട്, ജനലിലെ പാളി വെക്കണം എന്ന് കരുതിയിട്ട് നമ്മൾ വെച്ചതാണ്. അടുക്കളയല്ല, ജനലിന് പോലും പാളി ഉണ്ടായിരുന്നില്ല. ആകെപ്പാടെ ഹോളിലും പിന്നെ മറ്റേ ആദ്യത്തെ റൂമിലും മാത്രമേ ജനലിന് പാളി ഉണ്ടായിരുന്നുള്ളൂ, വേറെ എവിടെയും പാളി ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ്. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങാമെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തത് എൻഡ് ചെയ്യണത് എൻ്റെ കഥനകഥയിലാണ് കേട്ടോ ഗായ്സ്. മോക്ക് ഡ്രില്ല് പേടിച്ച് വീട്ടിലിരുന്നതാണ് ഞാൻ. രാവിലെ തന്നെ എണീറ്റ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി കിടന്നുറങ്ങി. എന്നിട്ട് ഞാൻ വീണ്ടും എണീറ്റ് ഫ്രിഡ്ജ് നേരെ പോയി തുറന്ന് നോക്കിയപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചിറ്റയും അമ്മയും കൂടിയിട്ട്. അതിന് ശേഷം ഞാൻ നോക്കിയപ്പോഴേക്കും പിന്നെ വേറെ ഉണ്ടായിരുന്നു വെച്ചത് മാംഗോ ജ്യൂസ് ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള സംഭവമായിരുന്നു. അത് അത്യാവശ്യം നല്ല സാധനമാണ് കേട്ടോ, എനിക്കിഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. മാംഗോ ഐസ്ക്രീമിൻ്റെ മാംഗോ ഐസ്ക്രീം കഴിക്കാം. ജ്യൂസൊന്നുമില്ല, ഇന്ന് മാംഗോ ഐസ്ക്രീമാണ് ഉള്ളത്. ഗൈസ്, ഇപ്പം ഞാൻ കാലത്ത് തന്നെ നീട്ടിട്ട് പല്ലൊക്കെ ചായ കുടിച്ച് വീണ്ടും കിടന്നുറങ്ങിയിരുന്നു. ബാങ്കിലൊക്കെ പോകണ്ടായിരുന്നു. എൻ്റെ EMIക്ക് എന്തോ ഒരു പ്രശ്നം വന്നിട്ട്. അപ്പം അതിനുശേഷം മോക്ക് ഡ്രില്ല് കാരണം സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് ഇന്ന് ഞാൻ പോകാനാണ് ക്ലാസ്സിൽ. കുളിക്കാത്ത എൻ്റെ മുഖം, ലിപ്സ്റ്റിക് ഇല്ലാത്ത എൻ്റെ മുഖം, ഈ മുടി വളർന്ന് തോന്നണം കേട്ടോ. ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കണതാണ്. എന്ത് ഫ്രൂട്ട്സ് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും അങ്ങനെ വെച്ചിട്ടിങ്ങനെ ജ്യൂസ് അടിക്കും, എന്നിട്ട് ഫ്രീസറിൽ വെക്കും. എന്ത് സാധനം ഫ്രീസറിൽ വെച്ച് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കും. ഇപ്പം മറ്റേ എനിക്കിഷ്ടമില്ലാത്ത പപ്പായ ഒന്നും ഞാൻ കഴിക്കാറില്ല, പക്ഷേ ഇതുപോലെ ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ ഞാൻ കഴിക്കും, അല്ലെങ്കിൽ ഫ്രീസറിൽ കൊണ്ടുവന്ന് ഐസ് ആക്കിയിട്ടുണ്ടോ ഞാൻ കഴിക്കും. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. പണ്ട് മുതലേ എനിക്ക് തണുത്ത സാധനങ്ങളാണ് ഇഷ്ടം. കാലത്ത് ഞാൻ പൂരിയും കടലക്കറിയായിരുന്നു. ഇന്നലെ പൂരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ ഉണ്ടാക്കിയ പൂരിയാണ്, അതിൻ്റെ ബാലൻസ് കുറേ ഇരിപ്പുണ്ടായിരുന്നു. പൂരിയും മസാലയായിരുന്നു ഇന്നലെ രാത്രി. അപ്പം ഇന്ന് അത് കാരണം ഇടിയപ്പമാണ് ഉണ്ടാക്കിയത്. എണ്ണയിൽ വറുത്തത് കുറേ നമുക്ക് ഇഷ്ടമല്ല. അപ്പം പൂരിയും ഇന്ന് ഇടിയപ്പവും കടലക്കറിയാണ് വെച്ചത്. പക്ഷെ ഇന്നലത്തെ പൂരി ഉണ്ടായത് കാരണം ഞാൻ പൂരി ചെയ്യുന്നത്. എനിക്ക് പൂരി ഇഷ്ടമാണ്, അധികം ഇഷ്ടമല്ല, ഒരുപാടൊന്നും എനിക്കിഷ്ടമല്ല, 2 എണ്ണം. ആക്ച്വലി ഞാൻ പറഞ്ഞുതരാമ പൂരി ഉണ്ടാക്കിയ കഴിയാനായിട്ടാണ്. ഇത് സേലം മാങ്ങ കേട്ടാ.
നമുക്കിവിടെ വിപ്പിംഗ് ക്രീമൊക്കെ ഉണ്ട്. അപ്പം അതിട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം ഞാൻ കഴിക്കുന്നത് ഉണ്ടാക്കിയിട്ടുള്ളതല്ല, സാധാ പോലെ ഉണ്ടാക്കിയാണ്. വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ളതാണ് ഫ്രീസറിൻ്റെ ഉള്ളിലിരിക്കുന്നത്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് കറക്റ്റ് ഓജി ഐസ്ക്രീമിൻ്റെ ടേസ്റ്റാണ്. മാംഗോ എന്ന് പറഞ്ഞൂടാ, തണുപ്പ് എൻ്റെ ഒരു വീക്ക് പോയിന്റാണ്. എത്രത്തോളം തണുപ്പിടുന്നു അത്രത്തോളം കഴിക്കും. ചായയൊക്കെ എൻ്റെ അനിയത്തേക്ക് ഇഷ്ടം. ചായ അവൾക്ക് അഡിക്റ്റാണ്. പക്ഷെ എനിക്ക് തണുപ്പിച്ച സോഡ എനിക്കൊരു വീക്ക് പോയിന്റാണ്. സോഡ കുറിച്ച് ഞാൻ നിർത്തി. ഭാവിയിലത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ നിർത്തി. പിന്നെ എനിക്ക് ഇന്ന് വർക്കുള്ളത്, ഞാനും അനുവും ഒരേ സ്ഥലത്താണ് ഇപ്പോൾ പഠിക്കണത്. അപ്പോൾ അവിടുത്തെ ടൈം ടേബിളിൽ ഇന്നത്തെ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ബ്രെയിനി ബെഞ്ചിൻ്റെ പഠിക്കണം. പിന്നെ ഒരു 3 വീഡിയോസ് ഈ ആഴ്ച എനിക്ക് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. യൂട്യൂബിൽ ക്ലാസ്സിൽ പോകണ കാരണം ഞാൻ യൂട്യൂബ് എടുക്കാറില്ല, വീഡിയോ എടുക്കാറില്ല. മനപ്പുറം എടുക്കാത്തതാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. പിന്നെ ഞാൻ പഠിക്കില്ല, വീഡിയോ എടുത്ത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത് ചെയ്യണം. പിന്നെ ആ എടുത്ത് വെച്ചേക്കുന്ന വീഡിയോസ് എഡിറ്റ് ചെയ്യണം. അതിൽ ഒരെണ്ണം ഇന്ന് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ഏതെങ്കിലും ഒരെണ്ണം. കുറച്ചായി ഞാൻ മറ്റേ ലൈറ്റ് ഹൗസിൽ പോയതെടുത്തിട്ടില്ല, പിന്നെ മറ്റേ വൈപ്പിനിൽ പോയതെടുത്തിട്ടില്ല. പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നല്ല, മറന്നുപോയി. അതിനൊക്കെ വോയിസ് ഓവറൊക്കെ ചെയ്തിട്ട് ചെയ്യാനായിട്ടുള്ളതായിരുന്നു. ജിമ്മിൽ പോയത് അതിട്ട് പിന്നെ 2 ദിവസമായിട്ട് ഞാൻ ജിമ്മിൽ പോയിട്ടില്ല. വയ്യായിരുന്നു, കൈക്കൊക്കെ ഒട്ടും വയ്യായിരുന്നു എനിക്കല്ല, അനുവിന്. അപ്പോൾ അനു ഇങ്ങനെ പോകണില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു, പോകണോ എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് എന്തായാലും പഠിക്കണല്ലേ വെച്ച് പോകണ്ടെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ ഇന്നലെ പോയില്ല. ഇന്ന് പോവില്ല. ഇന്ന് ഭയങ്കര പേടിയാണ്. ഇന്ന് കാലത്ത് എണീറ്റിട്ട് മോക്ക് ഡ്രില്ലിൻ്റെ കാര്യങ്ങൾ കണ്ട് ഇന്ന് കുറേ നേരം പതിവില്ലാണ്ട് രാവിലെ TV ഒക്കെ വെച്ച് ഞങ്ങളിരുന്ന് കാണുമായിരുന്നു. ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഇരുന്ന് കണ്ടേക്കണം, TV കണ്ടേക്കണത് 2018 പ്രളയം. ആ ടൈമിലാണ് നമ്മൾ ഇതുപോലെ TV കണ്ടിരുന്ന് പേടിച്ചേക്കണത്. പക്ഷെ ഇന്നെന്താണെന്നോ എന്തെന്നില്ലാത്തൊരു പേടി തട്ടി മനസ്സിൽ. അപ്പോൾ ഞാൻ ചേട്ടനൊക്കെ വിളിച്ച് പറഞ്ഞു ഇന്ന് ജോലിക്ക് കൊണ്ടിട്ടാ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. പിന്നെ രമിത എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റ് വൈകുന്നേരം വന്നെടുക്കുമെന്ന് ചോദിച്ചാൽ വൈകുന്നേരം ആണെങ്കിൽ ഞാൻ ഇല്ല, ഉച്ചവരെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ പക്ഷെ എന്തോ അറേഞ്ചൊക്കെ ചെയ്തു വേറെ. അങ്ങനെ പിന്നെ ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്കേ ഇറങ്ങണില്ല, ഭയങ്കര പേടി. ഇന്ന് 2 പിള്ളേരെ മാത്രമേ ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കണ്ടുള്ളൂ. ബാക്കി അല്ലെങ്കിൽ ഇവിടെ ചവറ് പോലെ വണ്ടികളും ചവറ് പോലെ നാട്ടുകാരും ആൾക്കാരൊക്കെ പോണ കാണാം. പക്ഷെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും പേടിച്ച് വീട്ടിലിരിക്കുക തോന്നണം. പിന്നെ വേറൊരു കാര്യം ചെയ്യാനായിട്ടുള്ളത്, നാളെ ട്യൂഷനുണ്ട്, ഞായറക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് പ്രിപ്പയർ ചെയ്യണം. അവിടുത്തെ 3rd ക്ലാസ് അല്ല 4th ക്ലാസ്സാണ് എൻ്റെ, പക്ഷേ B2 ബാച്ചിൻ്റെ 3rd ക്ലാസ്സാണ്. അപ്പോൾ കുറച്ച് ടോപ്പിക്സ് ആയിട്ടുണ്ട്, ബാലൻസ് ഉള്ളത് ഇനി പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യണം. അതാണ് എൻ്റെ പ്രയോറിറ്റി. മറ്റേ ഇന്നത്തെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രയോറിറ്റി അതാണ്. അത് കഴിഞ്ഞാലാണ് വീഡിയോൻ്റെ പ്രയോറിറ്റി ആയിട്ട് വരിക. പിന്നെ ഞാൻ ഇന്നിപ്പോൾ കുളിക്കണില്ല കേട്ടോ, വൈകുന്നേരം കുളിക്കാമെന്ന് വെച്ച്. ഇതൊക്കെ അനുവിൻ്റെ വർക്ക് ചെയ്യണ ഫ്രെയിംസാണ് കേട്ടോ. അതൊക്കെ ഏത് സൈസാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ, പറഞ്ഞുതരാനായിട്ട് അറിഞ്ഞൂടാ. കട്ടിലാണ് ഇവളിങ്ങനെ വെച്ചേക്കുന്നത്. റൂമൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. മുകളിലത്തെ റൂം, ഇത് എൻ്റെ റൂമല്ല, ഇത് താഴത്തെ 2 റൂമാണ്. കുറേ ഫ്രെയിംസ് ഉണ്ട് ഇവർക്ക്. അതായത് മറ്റേ എന്താണ് ഇതിനൊക്കെ പറയുമല്ലോ, എന്താണ്ടൊക്കെ മറ്റേ ഹാമ്പർ അങ്ങനെ എന്തോ അല്ലേ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലൊരു മുറിയാണ് കേട്ടോ, 2ാമത്തെ മുറിയാണിത്. അച്ഛൻ പെയിൻറ് ചെയ്തതാണ് കൊറോണ ടൈമിൽ. അലമ്പാണ്. പിന്നെ അതായത് കണ്ട ഈ മുറി തന്നെയാണ് നമ്മൾ അലമാരി ഫ്രിഡ്ജൊക്കെ വെച്ചേക്കുന്നത്. നമുക്ക് വേറെ സ്ഥലമൊന്നുമില്ല. ഞാൻ നിങ്ങളെ ഹോം ടൂർ കാണിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഇൻസ്റ്റയിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ മറ്റേ വാട്സപ്പിൽ ഇങ്ങനെയാണ്, നമ്മൾ നല്ല ഡ്രസ്സ് ഇടുന്നു, നല്ല അടിപൊളിയായിട്ട് നടക്കുന്നു എന്നൊക്കെ കരുതി നമ്മൾ ഒരിക്കലും ഒരാളെ വിലയിരുത്താൻ പാടില്ല. അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇന്നതാണ്, അവർ ഇത്ര കാശുകാരാണോ എന്ന് വിലയിരുത്താനായിട്ട് പാടില്ല. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെത് ഫ്ലോർ കണ്ടോ, ഈർപ്പമാണ്. എനിക്കൊരു പ്രശ്നമില്ല, ഇതൊക്കെ ഇവിടെ നിങ്ങളെ എല്ലാവരും കാണിച്ചു തന്നെയില്ലേ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ളതല്ലേ നമുക്ക് കാണിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പക്ഷേ ഇൻസ്റ്റയിൽ അക്കൗണ്ട് കെ ഉണ്ട്, 21 22 തൊട്ടാണ് തോന്നുന്നു കെ.
അക്കൗണ്ട് ഫോളോവേഴ്സ് ഉള്ളത്. അതുപോലെ ഇപ്പോൾ യൂട്യൂബിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 300+ 400 അടുക്ക പിടിച്ച് 400 ഇല്ല 380 സംതിങ് എന്തോട്ടാണ് ആവുന്നു. പിന്നെ നമ്മൾ അടിപൊളിയായിട്ട് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് എവിടെയും നല്ല പക്ക കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് നമ്മളിടുന്ന ഡ്രസ്സ് കോസ്റ്റ്യൂംസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ 1000 2000 3000 അല്ലെങ്കിൽ ഒരു 5000 രൂപയെങ്കിലും കയ്യിലുണ്ടാകും എന്നുള്ള മൈൻഡിലാണ് നമ്മൾ നടക്കാറ്. പക്ഷേ ഇപ്പത്തിൻ്റെ വയസ്സിലാണ് അത് വേറെ കാര്യം. പിന്നെ നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യരുത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ. അതൊക്കെ എനിക്ക് എന്തോ ചുമ്മാ പറയണമെന്നോ അങ്ങനെ പറഞ്ഞാണ്, വേറൊന്നും പറയാനില്ലല്ലോ. ആകപ്പാടെ വെറുതെ പേടിച്ചിരിക്കണല്ലേ. ഇനിയിപ്പോൾ ഇതെങ്കിലും പറയാൻ പറ്റിയില്ലെങ്കിലോ വല്ലവരും വന്ന് ബോംബിട്ടാലോ എനിക്ക് ഭയങ്കര പേടിയാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ 1:45 ഇന്ത്യ അങ്ങോട്ടേക്ക് ആക്രമിച്ചതെന്ന് കേൾക്കുന്നുണ്ട്. അപ്പം ഇന്ന് 1:45 തന്നെ അവരിങ്ങോട്ടേക്ക് ആക്രമിക്കൂ എന്നൊക്കെ ആക്രമിക്കുമോ എന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയുണ്ട്. ആ ടൈമിലാണ് ചേട്ടൻ ജോലി കഴിഞ്ഞൊക്കെ ഞങ്ങൾ വന്നത്. എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര പേടി. എന്താണെന്നോടാ ഭയങ്കര പേടി, കൈ ഭയങ്കരമായിട്ട് വേദനിക്കാണ് അമ്മേ. ആരും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ചേട്ടനാണെന്നുണ്ടെങ്കിലും ഒക്കെ എനിക്കറിയാം നമ്മുടെ വീട് ശോകമാണ് എന്നൊക്കെ കരുതി വീട്ടിലോട്ടേക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് നിങ്ങൾ കാണുന്ന സ്ഥിരം എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് അവളുമാർ പോലും അവരുടെ വീട്ടിലോട്ടേക്ക് നമ്മൾ വിളിക്കില്ലായിരുന്നു. വീട് ഓടിട്ട വീടാണ്, അതാണ് ഇതാണ്, വീട് പണി ശരിയായിട്ടില്ല, താഴെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ്. പക്ഷേ നമുക്ക് 2 നില വീടുണ്ട്. കാണാനായിട്ട് പുറത്തുനിന്ന് കാണാൻ എല്ലാവർക്കും തോന്നും ഓക്കെ ഇവിടെ സെറ്റാണെന്ന്. പക്ഷേ ഞങ്ങളുടെ മുകളിലത്തെ നിലയില ഒരു റൂമിന് പോലും ജനലിൻ്റെ മറ്റേ പാളിയില്ലേ അതില്ല. വീട് ഫ്ലോർ ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ഫ്ലോർ ചെയ്തിട്ടില്ല. ബാത്റൂം ഒരൊറ്റ ബാത്റൂം വെച്ച് ബാക്കി ഈ വീട്ടിൽ ഒരു സ്ഥലം പോലും പിന്നെ ഫ്ലോർ ചെയ്തിട്ടില്ല. പിന്നെ ഈ കാണുന്ന ജനാലയുടെ പാളി വെച്ചത് അച്ഛൻ മരിച്ചതിന് ശേഷമാണ്. അത് നമ്മൾ 4 പേര് 4 പെണ്ണുങ്ങൾ അതിനോടും പറയാനായിട്ട് ഒറ്റയ്ക്കാണല്ല എന്ന് കരുതി നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ചെയ്തൊരു റിവെഞ്ച് എന്നൊക്കെ പറയില്ലേ, ജനൽ വെക്കണം എന്നൊക്കെ കരുതിയിട്ട് ജനലിലെ പാളി വെക്കണം എന്ന് കരുതിയിട്ട് നമ്മൾ വെച്ചതാണ്. അടുക്കളല്ല ജനലിന് പോലും പാളി ഉണ്ടായിരുന്നില്ല. ആകെപ്പാടെ ഹോളിലും പിന്നെ മറ്റേ ആദ്യത്തെ റൂമിലും മാത്രമേ ജനലിന് പാളി ഉണ്ടായിരുന്നുള്ളൂ. വേറെ എവിടെയും പാളി ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ്. പക്ഷേ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും എന്നെ പറ്റി പറയണത് ഞാൻ ഭയങ്കര ജാടിയാണെന്ന് തോന്നും, അതാണ് ഇതാണെന്നൊക്കെ തോന്നും. പിന്നെ ഫ്രണ്ട്സായി കഴിയുമ്പോഴേക്കും മനസ്സിലാവണത് അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നൊക്കെ. ഇതിലൊക്കെ എനിക്കറിഞ്ഞൂടെ എന്താണെന്ന്, എന്തുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയണതെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര കാമായിട്ടാണെന്ന് പറയണത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല ഇത് ഇങ്ങനെയൊക്കെയല്ല എപ്പോഴും പറയാറ്. എന്നാന്ന് എനിക്കറിഞ്ഞൂടാ. ആനട്ടാ നമ്മുടെ അമ്മ തയ്ക്കണേണ്. നോക്കട്ടെ ചിരിക്ക്. ഇത് ഡ്രസ്സൊക്കെ കൊള്ളാം, ചിരിക്കൊന്ന്. നമ്മുടെ ഏപ്രിൽ മാസം അല്ലേ, ഒന്നും പുറത്ത് വിടുവൊന്നുമില്ല അതിന്. നമ്മ ചെയ്യണ കാര്യങ്ങൾ ആൾക്കാർ അറിഞ്ഞൊന്നും സംഭവിക്കാനൊന്നും പോണില്ല. പിന്നെ നമ്മളെക്കാളും കഷ്ടപ്പാടൊക്കെ ഉള്ള കുറെ ആൾക്കാരുണ്ടാവും. എത്ര രൂപയാണ് ഒരെണ്ണത്തിന്? 18 രൂപ. എത്ര എണ്ണത്തിന്റെ കെട്ടായിട്ട് എടുക്കണത്? അത് സാരമൊന്നുമില്ല. എത്ര എണ്ണത്തിന്റെ കെട്ടായിട്ട് എടുക്കണത്? 20 എണ്ണം. 20 × 18 18 × 20 2 പറയുമ്പോൾ അതായത് നമുക്ക് ഏകദേശം 360 രൂപയാണ് അമ്മ 20 നൈറ്റി തയ്ച്ച് കൊടുത്താൽ കിട്ടണത്. 20 നൈറ്റിക്ക് 360 രൂപ, ഏകദേശം 3 കെട്ടുകൾ എന്ന് വെച്ചാൽ 60 നൈറ്റിയോളമാണ് ഇവിടെ ഒരു മാസം നമ്മൾ എടുക്കാറ്. എന്ന് വെച്ചാൽ 360 × 3 ഏകദേശം ഒരു 2000-ൽ താഴെ നിൽക്കും. 1500 ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അതിലും താഴെയാണ് നമുക്ക് നിൽക്കുക. ഇതാണ് നമ്മുടെ ഏപ്രിൽ മാസത്തെ വരുമാനം. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. സീരിയസ്ലി ഞങ്ങളുടെ ഏപ്രിലിൽ എനിക്ക് ട്യൂഷനില്ല. അനുവിന് ഫ്രെയിമിൻ്റെ വർക്കുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള പൈസ പിന്നെ അമ്മ തയ്ക്കണുണ്ട്. ഉള്ള പൈസ മാത്രമല്ലാണ്ട് നമുക്ക് വേറൊരു വരുമാനമില്ല. നമ്മൾ ജനുവരി ഫെബ്രുവരിയിൽ ഉണ്ടായിരുന്ന ട്യൂഷനിൽ നിന്ന് കിട്ടിയ പൈസയുടെ പകുതിയോളം, ഏകദേശം ഒരു 10,000 രൂപ നമ്മൾ വെക്കേഷന് വേണ്ടിയിട്ട്, അതായത് മാർച്ചിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാർച്ചിലേക്കും പിന്നെ ഏപ്രിലിലേക്കും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു, എടുത്തിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു മാസം അങ്ങനെ പോയി. അതിനുശേഷം ഇപ്പം മെയ് വന്നപ്പോഴും നമ്മുടെ കയ്യിൽ 10ൻ്റെ പൈസ എടുക്കാനായിട്ടില്ല. ഭയങ്കര ദാരിദ്ര്യമാണ്. പക്ഷേ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങിയ വീഡിയോ ആണിത്. പക്ഷെ ഞാൻ എങ്ങനെ വീട്ടിലിരുന്നാലും
വീടെനിക്ക് സെറ്റാവില്ല. ഞാൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കും. നമുക്ക് ആകപ്പാടെ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയ്ക്കൊരു ഭയങ്കര വലിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. യൂട്രസിൽ റിമൂവ് ചെയ്യണതിൻ്റെ ഓപ്പറേഷനായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ബെഡ് റെസ്റ്റൊക്കെ ആയിരുന്നു. അതും കഴിഞ്ഞ് അമ്മ ഞങ്ങളുടെ ചോദിക്കുമായിരുന്നു, ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് പോട്ടേടാ, എവിടെയെങ്കിലും പോട്ടേടാ എന്ന് ചോദിക്കുമായിരുന്നു. ഞങ്ങളാണ് സമ്മതിക്കാത്തത്, വേണ്ടാന്ന്. ലാസ്റ്റ് അമ്മ തനിയെ തന്നെ ഞാൻ തയ്ക്കുക എന്നുള്ള രീതിയിൽ ഈ റീസെൻ്റായിട്ട് അമ്മ തന്നെ എന്തായാലും പോയി തയ്ക്കാനായിട്ട് മേടിക്കണം, അല്ലാണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് ഞാനും അമ്മയും കൂടി നമ്മൾ മുന്നേ അമ്മ തയ്ച്ചിരുന്ന കടയിൽ നിന്ന് തന്നെ അമ്മ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് തയ്ക്കണത്. കടയിൽ നിന്നാണ് എടുക്കണത്. കട എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പുണ്ട്, ബിനിത ചേച്ചിയുടെ ഷോപ്പിൻ്റെ പേരൊക്കെ മറന്നുപോയി. അപ്പോൾ ചേച്ചിയുടെ അവിടെ പോയി മേടിച്ചിട്ടാണ് നമ്മൾ തയ്ച്ചിട്ട് അവിടെ എത്തിച്ചു കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. അങ്ങനെ പോയി എടുത്തതാണ്. അപ്പം ഞാൻ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ വീട്ടിലിരുന്നാൽ ഓക്കെ അല്ല, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പുറത്തേക്ക് പോയി നടക്കണത്. എനിക്കറിയില്ല, എൻ്റെ മൈൻഡ് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബ്ഡാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ ഒരു സോഷ്യൽ മീഡിയ സ്റ്റേറ്റസ് വഴി, അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടക്കണ ഒരു സ്റ്റേറ്റസ് വഴി നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യരുത്. ഇതെന്തിനാണ് ഇപ്പോൾ പറഞ്ഞതെന്നും എനിക്ക് തന്നെ അറിയത്തില്ല. എനിക്കൊരു പ്രശ്നവും ആരും ഇങ്ങോട്ട് വന്ന് ഉണ്ടാക്കിയിട്ടുമില്ല. പിന്നെ ഇന്ന് ഞാനിത് നെഗറ്റീവ് അടിക്കണ കാര്യം ഇതാണ്. എന്തിനാണ് ഞാനിപ്പോൾ ഇത് ആലോചിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പം നമ്മളങ്ങനെ ആരെയും പ്രീ ജഡ്ജ് ചെയ്യരുത്. കാര്യം നമ്മളുടെ ഇപ്പം എൻ്റെ തന്നെ അവസ്ഥ കണ്ടില്ലേ, ഞാൻ ഇത് വലിയ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം നമ്മൾ കുളിച്ച് ഇനി അമ്മച്ചി മാഗി ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അത് കഴിക്കണം. കുറേ നേരം ഇരുന്ന് പഠിച്ച് ചേട്ടനെ കോൾ ചെയ്ത്, പിന്നെ കാർത്തി ഉണ്ടായിരുന്നു ട്യൂഷൻ വന്നപ്പോൾ അമ്മ എടുത്ത്, അവളാണ് കണ്ടിരുന്ന വെച്ചത്. ഗായ്സ്, അപ്പം നമ്മളിപ്പോൾ ഒരു ഏകദേശം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഐസ്ക്രീം കഴിക്കുന്നതിന് കേട്ടോ. ഇവിടെ ഉണ്ടാക്കിയതാണ്, വേറൊരു പണിയില്ല. നമ്മുടെ ഫാമിലി ടൈമാണ്. ഞാൻ കാണിച്ചത് ഉണങ്ങണേണോ, ഇത് സൂമാവൂല. അമ്മേ, ചിറ്റക്ക് മാത്രം നല്ലത് കിട്ടി, ഞാൻ കാണിച്ചു തരാം. ചിറ്റക്ക് മാത്രം ഇതുപോലെ കിട്ടി. അമ്മയുടെയും ഒടിഞ്ഞു പോയി, എൻ്റെ ഒടിഞ്ഞു പോയി, അനുവിൻ്റെ ഒടിഞ്ഞു പോയി. അനുവിന് നല്ലതാണോ? അനുവിനെ നല്ലതാണ് കേട്ടാ. ആർത്തി കൂടിയായിരിക്കും നമുക്ക് പറ്റിയാൽ മതി. ഗായ്സ്, അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യണതിൽ വെച്ചിട്ട് ഏറ്റവും ലെങ്ത്തുള്ള വീഡിയോ ആണിത്. ഇത് കേട്ട് സ്കിപ്പ് അടിച്ച് എങ്ങനെ വന്നാലും ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.